ഭാരതത്തിൽ മറ്റൊരു പുഴയ്ക്കും ഭാരതപ്പുഴ എന്ന് പേരില്ല. കാരണം ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ നദി കിടക്കുന്നത്. അതിലൊന്ന് തിരുവില്ലാമല ഐവർമഠത്തിൻ്റേതാണ്. മഹാഭാരതത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് മഹാഭാരത യുദ്ധഭൂമിയിൽ മോക്ഷം കിട്ടാതെ, അതായത് അന്ത്യേഷ്ടിക്രിയകളൊന്നും കൃത്യമായി നടക്കാതെ ചരമമടഞ്ഞ പട്ടാളക്കാരുടെ മറ്റുള്ള യോദ്ധാക്കളുടെയൊക്കെ പ്രേതങ്ങൾ പാണ്ഡവരെ പിന്തുടർന്നുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും പല സ്ഥലത്തും ക്രിയ ചെയ്തിട്ടും മോക്ഷം കിട്ടാതെ അവസാനം ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു നിർദ്ദേശമനുസരിച്ച് തിരുവില്ലാമല ഐവർമഠം ആ കേന്ദ്രത്തിൽ വന്ന് അന്ത്യേഷ്ടി പുനഃസംസ്കാരക്രിയ അടക്കമുള്ള അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്തപ്പോൾ പ്രേതങ്ങൾ പിതൃക്കളായിട്ട് നദി കടന്നുപോയി എന്നുമാണ് ഐതിഹ്യം. അവിടെ ഭാരതഖണ്ഡം എന്നാണ് ഇപ്പോഴും വിശേഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടം തൊട്ടാണ് ഭാരതപ്പുഴയായിട്ട് പല നദികൾ, ഇപ്പോൾ കുന്തിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, അങ്ങനെ പല നദികൾ, ഗായത്രിപ്പുഴ, അങ്ങനെയൊക്കെ ചേർന്ന് അവസാനം ഭാരതപ്പുഴയായിട്ടുള്ള ഒരു രൂപമാറ്റം പൂർണ്ണമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നത് ഏകദേശം ആ ഒരു ഭാഗം തൊട്ടാണ്. പിന്നെ ബ്രഹ്മദേവൻ്റെ യാഗം നടന്ന ഈ തിരുനാവായിയിൽ ആ യാഗസമയത്ത് ഭാരതത്തിലെ എല്ലാ പുണ്യനദികളും അവിടെ സാന്നിധ്യം ചെയ്യുകയാണ്. ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയിട്ടുള്ളവയൊക്കെ. ഇപ്പോൾ ഒരു നദീ പ്രാർത്ഥനയിൽ നമ്മൾ തീർത്ഥത്തിനൊക്കെ എടുക്കുന്ന സമയത്ത് ഗംഗേച യമുന ജൈവ എന്ന് പറഞ്ഞിട്ട് ജലയസ്മിൻ സന്നിധിം ഗുരു എന്ന് അവസാനിപ്പിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിളാതീരത്തുള്ളവർ നിളയസ്മിൻ സന്നിധിം ഗുരു എന്ന് പറയുന്നൊരു പാഠഭേദം തന്നെ ഇതിൻ്റെ വൈശിഷ്ട്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ നദികളും ഈ യാഗത്തിന് വേണ്ടിയിട്ട് തിരുനാവായയിൽ നിളാനദിയിൽ എത്തിച്ചേർന്നപ്പോൾ അതും ഭാരതപ്പുഴ എന്നുള്ള സ്ഥാനത്തേക്ക് ഈ നദിയെ ഉയർത്തുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഒരുപാട് ദിവ്യമായിട്ടുള്ള ഭൂമികൾ, ദേവതാ സങ്കേതങ്ങൾ, ജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങൾ, സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ എല്ലാം ഈ ഭാരതപ്പുഴ തീരത്ത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ മാഹാത്മ്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്.